നമ്മൾ ആദ്യം നമ്മുടെ മൊബൈലിലെ ബ്രൗസർ എടുത്ത് അതിൽ സൈറ്റിന്റെ നെയിമായ covin.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. COWIN covin.gov.in. അപ്പോൾ നമുക്ക് അതിൻ്റെ നമുക്കതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതാണ്. ഇങ്ങനെ ഒരു സ്ക്രീനാണ് അതിൻ്റെ ഫ്രണ്ട് സ്ക്രീനിൽ വരുന്നത്. നമുക്കതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നെല്ലാം താഴോട്ടുണ്ട്. എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, വാക്സിൻ്റെ ലൊക്കേഷൻ എങ്ങനെ സെലക്ട് ചെയ്യണം, നമ്മുടെ സ്ലോട്ട് എങ്ങനെ ബുക്ക് ചെയ്യണം എന്നല്ലാണ്ട് നമുക്കിതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന രജിസ്റ്റർ ഓർ സൈൻ ഇൻ യുവർ സെൽഫ് ഇത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. നമ്മുടെ കറക്ഷൻസിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഗെറ്റ് OTP കൊടുക്കുക. ഗെറ്റ് OTP കൊടുക്കുമ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ ഈ മെസ്സേജ് ഇവിടുന്ന് കോപ്പി ചെയ്ത് നമ്മൾ താഴെ എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് വെരിഫൈ ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയി. ഇനി ഇവിടെ ഈ റൈസ് ആൻ ഇഷ്യൂ എന്ന് സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന സർട്ടിഫിക്കറ്റ് കറക്ഷൻ, ഇവിടെ നമുക്ക് തിരുത്തൽ വരുത്താം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ തിരിച്ചറിയൽ രേഖയുടെ നമ്പർ, പേര്, ജനന വർഷം, ലിംഗം എന്നിവയിൽ നമുക്ക് കറക്ഷൻസ് വരുത്താം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ഇയർ ഓഫ് ബർത്ത്, ജെൻഡർ, ഫോട്ടോ ID നമ്പർ ഇത്രയും കാര്യങ്ങളാണ് താഴെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് മാറ്റം വരുത്തേണ്ടത്, ഏതാണ് നമ്മൾ തെറ്റായി കൊടുത്തിട്ടുള്ളത് അത് തിരുത്തുന്നതിന് വേണ്ടി നമ്മൾ അതിൻ്റെ പേരാണെങ്കിൽ നമ്മുടെ പേര് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇയർ ഓഫ് ബർത്ത് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ഭാഗത്ത് എൻ്റർ കറക്റ്റ് നെയിം എന്ന ഭാഗത്ത് നമ്മുടെ പേര് തെറ്റാണ്ട് കൊടുക്കുക. അതുപോലെ ഇയർ ഓഫ് ബർത്ത് ആണെങ്കിൽ അത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചേഞ്ചസുകൾ വരുത്തി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒന്നാമത്തെ ഒരു ഓപ്ഷൻ അതാണ്. ഇതിൽ രണ്ടാമത് കാണുന്നത് മെർജ് മൾട്ടിപ്പിൾ ഡോസ്, അതായത് 2 ഡോസ് വാക്സിൻ സ്വീകരിക്കാൻ വ്യത്യസ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ബുക്ക് ചെയ്ത് വാക്സിൻ എടുത്തവർക്ക് വേണ്ടി രണ്ടും കൂടെ ഒരുമിപ്പിക്കാനുള്ളതാണ്. ഇതിൽ നമ്മൾ ആദ്യം എടുത്ത മൊബൈൽ നമ്പർ, ആദ്യം എടുത്ത വാക്സിൻ നമ്പർ എൻ്റർ ചെയ്ത് ഉള്ളിലോട്ട് വന്നതിന് ശേഷം ഇതുപോലെ നമ്മുടെ പേര് സെലക്ട് ചെയ്യുക. നമ്മുടെ താഴെ കാണുന്ന വാക്സിനേഷൻ്റെ സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ എടുക്കാൻ 2ാം ഡോസ് വാക്സിനിലെ ബെനിഫിഷ്യറി IDയും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുക. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഐ ഡിക്ലയർ എന്നുള്ള ടിക്ക് കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഒറ്റ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് മെർജ് മൾട്ടിപ്പിൾ ഓപ്ഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് ആഡ് പാസ്പോർട്ട് ഡീറ്റെയിൽസ്. നമ്മുടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസുകൾ നമ്മുടെ കോവിഡ് സർട്ടിഫിക്കറ്റിൽ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഇതിൽ പേര് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ആ ഡിക്ലെയർ സെലക്ട് ചെയ്ത് സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ മെസ്സേജ് വരും. ഇതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് നമ്പർ എൻ്റർ ആയിട്ടുണ്ടായിട്ടിരിക്കും. നമുക്ക് ഒരു തവണയാണ് ഇത് സാധിക്കുക. ഇത്രയും കാര്യങ്ങളാണ്, അതായത് ഈ 3 ഓപ്ഷനുകളാണ് ഇപ്പോൾ നമുക്കിതിൽ തിരുത്തൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.